മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന ഭയങ്കര വിഷമത്തിലായിരുന്നു. കഴിഞ്ഞ കുറെ നാളായി ഈ വീട്ടിൽ നടന്ന ഓരോ സംഭവങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പ്രധാനമായും രോഹിത്തിന്റെ കാര്യം. അവനിപ്പോ ആകെ മാറിയിരിക്കുന്നു. പണ്ടത്തെ ആ ഒരു ദേഷ്യവും അഹങ്കാരവും ഒന്നുമില്ല. എങ്കിലും കോളേജിൽ പോവാൻ അവന് വല്ലാത്ത മടിയാണ്. സ്വന്തം കൂട്ടുകാരോടും അധ്യാപകരുടെയും മുഖത്ത് നോക്കാനുള്ള ഒരു തരം നാണക്കേട്. അലീന ഫോണെടുത്ത് രോഹിത്തിനെ വിളിച്ചു. രോഹിത്ത് ഫോണെടുത്തപ്പോൾ അവന്റെ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. ഹലോ ചേച്ചി, എന്താടാ രോഹിത്? നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കോളേജിൽ പോകുന്ന കാര്യത്തിന്റെ തീരുമാനമൊന്നും വേണ്ടേ? അച്ഛൻ അന്ന് കോളേജിൽ പോയി അന്വേഷിച്ചപ്പോൾ പ്രൊഫസർമാർ നിന്നെ തിരികെ എടുക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ലെന്നാ. ഇത് കേട്ട നീ ഇങ്ങനെ തളർന്നിരിക്കുകയാണോ? അലീന വളരെ സ്നേഹത്തോടെ എന്നാൽ കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അത് ശരിയാ ചേച്ചി, എനിക്കറിയാം. എനിക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കോളേജിനെ അപമാനിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തത്. അങ്ങനെ ഒരാളെ തിരികെ എടുക്കാൻ അവർക്ക് മടിയുണ്ടാവും. രോഹിത്തിന്റെ വാക്കുകളിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു. അവൻ ഓരോ വാക്കും വളരെ പാടുപെട്ടാണ് പറഞ്ഞു തീർത്തത്. രോഹിത്, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഒരു വർഷം വെറുതെ കളയാ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമല്ലേ അത്? അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നീ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നോട്ട്സ് ഒക്കെ വാങ്ങിക്കണം, പഠിക്കാൻ തുടങ്ങണം. ചേച്ചി, ഞാൻ എങ്ങനെയാ കോളേജിലേക്ക് ഇനി പോവുക? എല്ലാവരും എന്നെ എങ്ങനെയാ ഫേസ് ചെയ്യുക? ഞാൻ പോയാൽ അവർ എന്ത് വിചാരിക്കും? അതൊന്നും പോസിബിൾ ആവുന്ന കാര്യമല്ല. എന്താണ് പോസിബിൾ അല്ലാത്തത്? അലീനയുടെ ശബ്ദത്തിൽ ഒരു ചേച്ചിയുടെ വാത്സല്യം നിറഞ്ഞു. ബബിതയുടെ കാര്യം നീ മറന്നോ? അവൾക്കും ഇതുപോലെ കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഞാനും മനുവേട്ടനും കൂടെ നിർബന്ധിച്ചല്ലേ അവളെ കോളേജിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. ഞാനും മനുവേട്ടനും നിന്റെ കൂടെ കോളേജിലേക്ക് വരാം. നമ്മൾ ഒന്നിച്ചു പോയി അവരോട് സംസാരിക്കും. നീ നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. രോഹിത്തിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇത്രയും അധികം ദ്രോഹിച്ച ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തന്നോട് സ്വന്തം അനിയനെ പോലെ തന്നെ ചേർത്ത് പിടിക്കുന്നത്. ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ എന്തൊക്കെയാ ചേച്ചിയോട് ചെയ്തിട്ടുള്ളത്? അമ്മയുടെയും ഹരിയുടെയും കമലാന്റിയുടെയും ഒക്കെ വാക്ക് കേട്ട് ഞാൻ ചേച്ചിയെ ഒരുപാടധികം ദ്രോഹിച്ചതല്ലേ? ഈ വീട്ടിൽ നിന്നും വലിച്ചഴിച്ച് മുറ്റത്തേക്ക് എറിഞ്ഞതല്ലേ? എന്നിട്ടും എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെയാ കഴിയുന്നത്? എനിക്ക് ശരിക്കും അത്ഭുതം തോന്നാണ്. രോഹിത്തിന്റെ തൊണ്ടയിടറി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എടാ പൊട്ട, അലീന ചേച്ചിയോട് പറഞ്ഞു. നീ എന്റെ കുഞ്ഞനിയനല്ലേ? അച്ഛൻ ബാലചന്ദ്രൻ മേനോനാണെങ്കിൽ നീ എന്റെ സ്വന്തം അനിയനല്ലേ? ഒരു അനിയൻ ചേച്ചിയോട് എന്തെങ്കിലും കുസൃതിയോ കുറുമ്പോ കാണിച്ചാൽ എന്തെങ്കിലും ചേച്ചിമാരത് മനസ്സിൽ വെക്കുവോ? അതുകൊണ്ട് നീ ആ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കണ്ട. നിന്റെ ഫ്രണ്ട്സിലേക്ക് നീ ഒന്ന് വിളിച്ച് സംസാരിക്ക്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. ആ വാക്കുകൾ രോഹിത്തിന്റെ മനസ്സിലേക്ക് വലിയൊരു പ്രകാശമാണ് നൽകിയത്. അലീന കൂടെയുണ്ടെങ്കിൽ എന്തു പ്രശ്നവും നേരിടാമെന്നുള്ള ആത്മവിശ്വാസം അവനിൽ പതിയെ വളർന്നു വരികയായിരുന്നു. അതേസമയം ശിവശങ്കരമേനോന്റെ വീട്ടിൽ അസ്വസ്ഥതയുടെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രിയായിട്ടും ശിവശങ്കറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വൈജയന്തിയുടെ ഫോൺ കോൾ അയാളുടെ സമാധാനം കെടുത്തിയിരുന്നു. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്നും ഇറങ്ങി പോകണമെന്നും വാശി പിടിക്കാണ്. പെങ്ങളുടെ വാശി അയാൾക്ക് നന്നായിട്ടറിയാം. ശിവശങ്കരൻ ഇങ്ങനെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് കമലമ്മക്ക് ദേഷ്യം വന്നു. നിങ്ങൾക്കെന്താ ഉറക്കമില്ലേ? പാതിരാത്രിക്ക് എങ്ങോട്ടായി പോകുന്നത്? ഞാൻ വേറെ എങ്ങോട്ടേക്കല്ല, വൈജയന്തിയുടെ അടുത്തേക്കാ. അവൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണെന്ന്. കമലമ്മ മുഖം ചൊളിച്ചു. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയോ? സ്വന്തം മകൻ അങ്ങ് ജയിലിൽ കിടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. എന്റെ പൊന്നു കമലെ, നീ എനിക്കിത്തിരി സമാധാനം താ. രാത്രി എന്റെ പെങ്ങൾ സമാധാനം തരുന്നില്ല. പോരാത്തന്നെ ഇപ്പൊ നീയും. ഞാൻ എവിടെ പോയി ബാലചന്ദ്രനോട് ഏതായാലും ഒന്ന് സംസാരിക്കട്ടെ. ശിവശങ്കരൻ അക്ഷമയോടെ കാറിൽ നിന്ന് താക്കോലും എടുത്ത് അങ്ങോട്ടേക്ക് പോയി. എന്തെങ്കിലും ചെയ്യ്. പക്ഷെ അവിടെ വരെ പോകുമ്പോൾ ഹരിയുടെ കാര്യമൊന്ന് സംസാരിക്കണം. അവനെ പുറത്തിറക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കണം. കമലമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ശിവന്റെ കാറ് ബാലചന്ദ്രന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. അയാൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സാധാരണ അലീനയാണ് വാതിൽ തുറക്കാറുള്ളത്. എന്നാൽ ഇത്തവണ വാതിൽ തുറന്നത് ബബിതയായിരുന്നു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് കോളേജിലൊന്നും പോവണ്ടേ? ശിവശങ്കരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇപ്പൊ എക്സാമിന്റെ സ്റ്റഡി ലീവ് ഒക്കെയാണെങ്കിലേ. പോരാത്തതിന് അലീന ചേച്ചിക്ക് നല്ല പനിയാ. അതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്തു. അലീനക്ക് പനിയോ? അതേ അങ്കിളെ. അങ്കിള് വാ, വന്ന് അകത്തിരിക്ക്. ബബിത വളരെ സ്നേഹത്തോടെ ശിവശങ്കരന്റെ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം ശിവശങ്കരനെ ശരിക്കും അതിശയിപ്പിച്ചു. അവിടെ രോഹിത്തും കൃഷ്ണമോളൊക്കെ ഉണ്ട്. 3 പേരും വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. ആ പഴയ ധിക്കാരമൊന്നും ഇപ്പോഴില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ താഴേക്ക് വന്നു. ആഹാ, അളിയനാണല്ലോ. കുറച്ചു നാളായില്ലേ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്? എന്തു പറ്റി? ബാലചന്ദ്രൻ ചോദിച്ചു. എങ്ങനെ വരാനാ ബാലചന്ദ്ര? എനിക്ക് സമാധാനമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണോ ഇപ്പോ? എന്റെ മോൻ ജയിലിൽ കിടക്കല്ലേ? ശിവശങ്കരൻ സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ ശരിയാ. ആ ടെൻഷനൊക്കെ എനിക്കും മനസ്സിലാവും. ബാലേന്ദ്ര, എനിക്ക് ഹരിയെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ആരോട് പോയി പറയാനാണ്? നിങ്ങളുടെ മോൻ രക്ഷപ്പെട്ടത് അലീനയുടെ നല്ല മനസ്സുകൊണ്ടാണെന്ന് എനിക്കറിയാം. അലീന വിചാരിച്ച എന്റെ ഹരിയെയും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ബാലചന്ദ്രൻ പെട്ടെന്ന് ഗൗരവത്തിലായി. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ശിവേട്ടാ.
അലീന നീതിയും ന്യായമുള്ള പെൺകുട്ടിയാണ്. അവൾ ഒരിക്കലും ശരണ്യോട് പോയി മൊഴി മാറ്റിപ്പാരാനൊന്നും ആവശ്യപ്പെടില്ല. കാരണം ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരണ്യ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സത്യങ്ങളൊക്കെ പറഞ്ഞത്, അല്ലാതെ അലീന നിർബന്ധിച്ചിട്ടൊന്നുമല്ല. അവൾ സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ശിവശങ്കറിനും അത് മനസ്സിലായി. അയാൾ വിഷയം മാറ്റി. ഇന്നലെ രാത്രി വൈജയ് എന്നെ വിളിച്ചിരുന്നു. അലീന ഈ വീട്ടിൽ നിൽക്കുന്നത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന്. ബാലചന്ദ്രൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അലീനെ നമുക്ക് സുരക്ഷിതമായി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൂടെ? എന്തിനാ സ്വന്തം കുടുംബം വെറുതെ തകർക്കുന്നത്? ബാലചന്ദ്രന്റെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. അതെ, ഇതെന്റെ വാശി തന്നെയാണ്. അലീന ഇവിടെ നിന്നും പോവില്ല. അവൾ പോകണമെങ്കിൽ സത്യങ്ങളൊക്കെ വൈജയന്തി അറിയണം. അലീന പോയ ഉടനെ തന്നെ ഞാൻ ആ സത്യങ്ങളെല്ലാം തന്നെ വൈജയന്തിയോട് തുറന്നു പറയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ. എന്റെ പെങ്ങളുടെ ആത്മാഭിമാനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ അവൾ ഒരു മുഴം കയറില്ലങ്ങ് ജീവനൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നത്. എന്റെ പൊന്നു ബാല, നിനക്കല്ലേ ക്ഷമിക്കാൻ പറ്റൂ? അവൾ നിന്റെ 3 മക്കളുടെ അമ്മയല്ലേ? ശിവശങ്കരൻ അപേക്ഷിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ദേ, ശിവേട്ടൻ ഇവിടെ എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാ ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അവിടെയാണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ മറുപടി ഇതൊന്നും ആയിരിക്കില്ല. എന്റെ വീട്ടിൽ വന്ന ഒരാളെ പിടിച്ചു പുറത്താക്കാനൊന്നും എനിക്ക് മനസ്സില്ല. ബാക്കി തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് വിടാം. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവള് പോയിക്കോട്ടെ, ബാലചന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. ശിവശങ്കരൻ അവിടെ നിന്ന് നേരെ പോയത് വൈജയന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ വല്ലാത്ത വാശിയിലായിരുന്നു. വൈജയെ, നീ ഒന്ന് അടങ്ങ്, നമുക്കിതിനൊരു പരിഹാരമുണ്ടാക്കാം. ശിവശങ്കരൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ വൈജയന്തി കേൾക്കാനൊന്നും തയ്യാറായില്ല. ഞാൻ 2 ആഴ്ച അവൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അവൾ ഇവിടെ നിന്നും പോകണം. അലീന, അല്ലെങ്കിൽ വേറെ വീടെടുത്ത് മാറും ഞാന്. എന്റെ മക്കൾ ഇപ്പോൾ എന്റെ കൂടെയില്ല. അവർക്കൊക്കെ അവളോടാണ് സ്നേഹം. എനിക്ക് മാസം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്ക് ആരുടെയും മുന്നിൽ ഇങ്ങനെ കൈ നീട്ടിപ്പോവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അന്തസ്സായിട്ട് എന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കും. ശിവശങ്കരനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. വൈജയ്, നീ എടുത്തു ചാടിയിട്ടൊരു തീരുമാനമെടുക്കരുത്. 22 വർഷം മുൻപ് നടന്ന ചില കാര്യങ്ങളുണ്ട് നിന്റെ ജീവിതത്തിൽ. ഗംഗേട്ടൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടുള്ളതാ. നീ എല്ലാത്തിനും ബാലചന്ദ്രനെ ഇങ്ങനെ കുറ്റം പറയണേ. അവസാനം വലിയൊരു കുഴിയിൽ നീ തന്നെ വീഴും. അന്ന് നീ ദുഃഖിക്കും. പക്ഷേ സമയം വൈകിപ്പോയിരിക്കും. വൈജയന്തി സംശയത്തോടെ ശിവശങ്കരനെ നോക്കി. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് ശിവേട്ട? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അലീന ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഈ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും വൈജയ്. നീ ഒരു ദിവസം സത്യങ്ങളെല്ലാം അറിയും. അന്ന് നീ ഞങ്ങൾക്ക് മുന്നിൽ വന്ന് കരയും. പക്ഷേ അന്ന് നിനക്കും പലതും നഷ്ടപ്പെട്ടിരുന്നിരിക്കും വൈജയ്. ഇത്രയും പറഞ്ഞ് ശിവശങ്കരൻ അവിടെ നിന്നും ഇറങ്ങി. വൈജയന്തിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അലീന 2 ആഴ്ചക്കുള്ളിൽ വീട് വിട്ടു പോകുമെന്ന് വൈജയന്തിക്ക് വാക്ക് കൊടുത്ത വിവരം ബാലചന്ദ്രൻ അറിഞ്ഞു. അയാൾ നേരെ അലീനയുടെ മുറിയിലേക്ക് ചെന്നു. അലീന, ഇന്നലെ വൈജയ് നിന്നോട് സംസാരിച്ചിരുന്നോ? അയാൾ ചോദിച്ചു. എന്താച്ചാ അച്ഛൻ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ. അലീന ഒന്ന് പതറി. അത് പിന്നെ അച്ഛാ, ഇന്നലെ രാത്രി മാഡം എന്റെ റൂമിലേക്ക് വന്നിരുന്നു. ഞാൻ മാഡത്തിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാമെന്ന്. ബാലചന്ദ്രൻ ഞെട്ടലോട് അവളെ നോക്കി. നീ ആരോട് ചോദിച്ചിട്ടാ അവൾക്ക് വാക്ക് കൊടുത്തത്? അച്ഛാ, ഈ കളി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ദോഷമേ ചെയ്യുള്ളൂ. ഞാൻ കാരണം ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല. അച്ഛനിപ്പോ ഒറ്റക്കല്ലല്ലോ. അച്ഛനും ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ ഇല്ലേ? അവരെല്ലാവരും അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്. അലീന വളരെ പക്വതയോടെ പറഞ്ഞു. ബാലചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ പോയാ പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാലോ. ഞാൻ ആ സത്യങ്ങളെല്ലാം തന്നെ വൈജയന്തിയോട് തുറന്നു പറയും. അലീന ഭയപ്പെടുമെന്നാണ് ബാലചന്ദ്രൻ കരുതിയത്. പക്ഷേ അലീനയുടെ മറുപടി അയാളെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. അച്ഛന് ആ സത്യം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ അത് പറയുക തന്നെ വേണം. ഞാൻ ഇവിടെ നിന്നാലും പോയാലും ആ സത്യം പറഞ്ഞാലേ ഇനി ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. അച്ഛൻ ആ സത്യം അവരോട് പറഞ്ഞോളൂ. ബാലചന്ദ്രന്റെ കണ്ണ് തള്ളിപ്പോയി. അലീനക്ക് ഇത്രമാത്രം ധൈര്യമുണ്ടെന്ന് അയാൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത ആ ഒരു മറുപടി കേട്ടപ്പോൾ അയാൾ അങ്ങ് തറഞ്ഞു നിന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ഒരു ഭയം അയാളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായി വീശാൻ തുടങ്ങി. ആ നിശബ്ദതയിൽ പുറത്തു വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. സത്യങ്ങളുടെ ആ ഒരു വലിയ പേമാരിക്ക് മുൻപിലുള്ള ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു ഇത്. അങ്ങനെ മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.